വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൽവ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ്. കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സ്കൂളിലുള്ള സമയത്തും ലോങ് വീഡിയോസൊന്നും അധികം ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ചോറിന് കറിയൊന്നുമില്ല. അപ്പം അമ്മ വൈകുന്നേരം മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ അമ്മ നേരാക്കാട്ടോ കാണിച്ചു തരാം. അമ്മ ഹായ്, എന്താ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാ കേട്ടോ. മീൻ വാങ്ങിച്ചാൽ ഞാൻ തന്നെ നേരാക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മീൻ മേടിക്കാനൊന്നും ഇഷ്ടമല്ല. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആകെ ക്ഷീണിച്ചിട്ടാണ് വരിക. ഇവിടെ വന്നാലും പണിയല്ലേ, വൈകുന്നേരം 12 മണി വരെ പണി തന്നെയാണ് കേട്ടോ. എന്താ പണിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരിവിടെ ഓരോ പണികളും എനിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവരോട് പറഞ്ഞതാ, റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ വൃത്തിയാക്കി വെക്കണം കേട്ടോ, എന്നിട്ട് ഇരുന്ന് പഠിക്കുന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കാലത്ത് മുതൽ ഞാൻ വരണ ടൈം വരെ കുളിച്ചിട്ടില്ല. മീൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് തരും കേട്ടോ ഞങ്ങൾക്ക്, മീൻ കടയിൽ നിന്ന് മീൻ വാങ്ങിക്കുമ്പോൾ. പക്ഷെ എനിക്കങ്ങനെ കട്ട് ചെയ്തല്ല, അവർ റെഡിയാക്കി തരും. എനിക്കങ്ങനെ അവർ റെഡിയാക്കണത് എനിക്കിഷ്ടമല്ല. അവർ ഈ കണ്ണ് കളയില്ല, ഈ തലയുടെ ഈ ഭാഗം കളയില്ല, പിന്നെ ഈ സൈഡത്തെ അത് കളയില്ല. അപ്പോൾ മീൻ നേരാക്കൽ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തലയൊക്കെ ഇല്ലേ, ഈ തല ഞാൻ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ജൂലിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ജൂലിക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. മീൻ മേടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തലയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ ജൂലിക്ക് കൊടുക്കാൻ. ജൂലി ആരാന്നറിയില്ലേ? ഞങ്ങളുടെ വീട്ടിലത്തെ ഡോഗാണ് കേട്ടോ ഞങ്ങളുടെ ജൂലി. ഈ വീട്ടിലെ ഒരാളെ പോലെയാണ്. അവൾക്കും ഇതേപോലെയാണ്, മാളും വാവയെ പോലെയാണ് അവൾക്കും പെണ്ണാണ് കേട്ടോ ജൂലി. അവൾക്കും ചോറുണ്ണണമെങ്കിൽ മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും വേണം. അപ്പോൾ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മീനോ ചിക്കനോ ഇല്ലെങ്കിൽ മുട്ട അങ്ങനെ കഴിക്കില്ല. മുട്ട വേവിച്ച് വറുത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് കൊടുത്താൽ അവൾക്ക് വലിയ ഇഷ്ടമില്ല. പുഴുങ്ങി കൊടുത്താലും അങ്ങനെ കഴിക്കില്ല. പക്ഷേ മീനിൻ്റെ ഒരു ചെറിയൊരു മണം ഉണ്ടായാൽ മതി, അവൾ ചോറുണ്ടാവും കേട്ടോ. അപ്പോൾ മീൻ നേരാക്കൽ കഴിഞ്ഞിട്ടാണ്. ഇനി ഇതൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇവിടെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഞങ്ങളുടെ ചേലക്കരയിലൊക്കെ വെള്ളപ്പൊക്കമായി എന്നൊക്കെ ന്യൂസിൽ കണ്ടിരുന്നു കേട്ടോ. ഇവിടെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. മീനൊക്കെ ഏട്ടൻ വന്നു കഴിഞ്ഞല്ലേ, ആൾക്ക് ഇന്നും മീനും ചിക്കനൊക്കെ വേണം കേട്ടോ. എനിക്കങ്ങനെ ഇന്നും മീൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ ആളൂരും ഭാവിക്കും കിച്ചുവിനൊക്കെ മീൻ ഉണ്ടെങ്കിലേ ചോറിറങ്ങുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. ഞാൻ പിന്നെ 1 കിലോ മീൻ വാങ്ങിച്ചാൽ തന്നെ 2-3 ദിവസം ഉപയോഗിക്കും കേട്ടോ. 2-3 ദിവസം കറി വെച്ചാലാണെങ്കിൽ 2 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മൊത്തം എടുത്ത് കറി വെക്കില്ല കേട്ടോ. ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് അങ്ങനെ വെക്കുകയേ ചെയ്യുള്ളൂ. അത് ചിക്കൻ വാങ്ങിച്ചാലും അങ്ങനെയാണ്. മൊത്തം അങ്ങനെ കറി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കില്ല. കുറച്ച് കറി വെച്ച് ബാക്കിയുള്ളത് കഴുകി വൃത്തിയിൽ കഴുകി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് ചെയ്യാട്ടോ ആവശ്യം. അപ്പോൾ അവർ തലയും ഇതൊന്നും ശരിക്കും ക്ലീനാക്കി തരില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മൊത്തം കണ്ടോ, ഞാൻ മീൻ നേരാക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു മീൻ മേടിച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും കട്ട് ചെയ്ത് കളയും. ഏട്ടൻ വന്നു കഴിഞ്ഞാലേ ഭാവിയുടെ എല്ലാ പണിയും ചെയ്യും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏട്ടൻ വന്നാൽ നല്ല ഇഷ്ടമാണ്, നല്ല സുഖമാണ്. അടുക്കളയിൽ കയറണ്ട. ഞാൻ എണീക്കുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ ചായയൊക്കെ വെച്ച് നേരത്തെ ചോറും കറിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി തരും. അതുപോലെ എനിക്ക് എന്തെങ്കിലും തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ അടുത്തുനിന്ന് മാറാതെ ഓരോന്നും ചെയ്ത് തന്നിട്ട് ഉലുവ നെറ്റിയിൽ കെട്ടിത്തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീനൊക്കെ ഇത് ജൂലിക്കുള്ളതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ട് ജൂലിക്ക് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാട് വെട്ടി വൃത്തിയാക്കി കേട്ടോ. ഫ്രണ്ട് ഭാഗത്തെ സ്ഥലമൊക്കെ അത് നോക്കാൻ വേണ്ടി കച്ചവടക്കാർ വന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ആൾക്കാർ വന്നേക്കുക. അവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കിയപ്പോൾ എന്തൊരു
ഭംഗിയെ കാണാൻ ഇത്രയും ദിവസം കാട് കെട്ടി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മീൻകറി വെച്ചാലോ? മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവോളയും പച്ചമുളകും കരിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ ഞാൻ മീൻകറി വയ്ക്കുക. പിന്നെ മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വറുക്കാനുള്ള മീൻ ഇവിടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ മീൻ കറിയിൽ ഒഴിക്കുക. പിന്നെ പുളിയാണ്. പുളി കറുത്ത പുളി കഴിഞ്ഞു. ഇതിപ്പോൾ പുതിയ പുളി കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ച പുളിയാണ് കേട്ടോ. അതുകൊണ്ട് കളറ് കുറവാണ്. എനിക്ക് കുടംപുളി കൊണ്ട് മീൻകറി വെക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വാളംപുളിയാണ് കേട്ടോ അത്. അപ്പോൾ കളറ് കുറച്ച് കുറവാണ്, കാരണം പുതിയ പുളി ആയതുകൊണ്ട് കളറ് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ആവുമെന്ന് പറയുന്ന നന്നായിട്ട് വഴണ്ടി വരട്ടെ കേട്ടോ. മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ മീൻകറി വെക്കുക. ഞാൻ മീൻകറി മൺചട്ടിയിലാണ് വെക്കാറ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. നമ്മുടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവോളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നല്ലോണം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വേവട്ടെ കേട്ടോ. അതിൽ കിടന്നിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അത് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, എത്ര ടീസ്പൂണാണ്? മഞ്ഞൾപ്പൊടി കേട്ടോ. മീൻകറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാൻ പറയാം. ഞാൻ ഒരു ലോങ് വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ തേങ്ങ ഒഴിക്കണില്ല കേട്ടോ. എനിക്ക് പൊതുവെ തേങ്ങ അരച്ച കറികളോട് ഇഷ്ടമില്ല. തേങ്ങ അരയ്ക്കാണ്ടാണ് വെക്കണത് കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത കറിയില്ലേ, ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഭാവിയുടെ കുടംപുളി ഇട്ടിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് കുടംപുളി ഇട്ടത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാളംപുളിയും കൊണ്ട് വയ്ക്കാറ് കേട്ടോ. അപ്പം മീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തിളച്ച് വേവട്ടെ. അപ്പം മീൻകറിയൊക്കെ റെഡിയായി. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇനി ഫുഡ് കഴിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാറാകുമ്പോഴാണ് കേട്ടോ ഞാൻ കുളിക്കാറ്. കുളിയും കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും ഏകദേശം 12 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോഴേക്കും മാളുൻ്റെയും അവിടെയൊക്കെ 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.